ഇവിടെ എന്തിനാർന്ന് വിളിപ്പിച്ചത്? വെൽക്കം ടു ചിറ്റീസ് വേൾഡ്. അയ്യോ, വാട്ട് ഹാപ്പൻഡ്? അഖിലണ്ണ എന്താണ് അവരിപ്പോ ചോദിച്ചത്? ഈ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്ന്. ഇംഗ്ലീഷ്. ഓ, ആർ യു എ മലയാളി? ഓക്കെ, ലെറ്റ്സ് ടോക്ക് ഇൻ മലയാളം. ഞാൻ ചിറ്റി. ഞാൻ ബാബു. ഈ മാല ചിട്ടി മൊബൈലിലൂടെ. ഓ, അതല്ല, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ചിറ്റി. ഡോക്ടർ വസീകർ നിർമ്മിച്ച ഒരു യന്ത്ര മനുഷ്യനാണ് ഞാൻ. ഓ, അതായിരുന്നു. ഞാൻ വിചാരിച്ചു കേരളത്തിലെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഏത് ആണുങ്ങള് ഇരുമിന്റെ ചട്ട ഇട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ ബാബു. ഡോക്ടർ വാസിക യുക്തിവാദ സമ്മേളനം കഴിഞ്ഞ് 7 അമ്പലത്തിൽ കയറിയിട്ടേ വരൂ. അതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വാവല്ല, ബാബു. ബാബുവിന് എന്നോട് ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ലോകത്തിലെ 28 ഭാഷകൾ വരെ അറിയാം. അയ്യോ, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാ. അതുകൊണ്ടല്ല എനിക്ക് ബാബു എന്ന് പേരിട്ട. പഠിക്കാൻ മോശമായതിന് ബാബു എന്ന് പേരിട്ടിട്ട് എന്ത് ഉപയോഗം? പേര് ബാബു എന്നായതുകൊണ്ട് ഒരച്ഛനോ 2 ചിഹ്നവും വെച്ചാ മതി. അടയാളം ബാബു. വേറെ വല്ല പേര് പറഞ്ഞെങ്കിൽ അക്ഷരങ്ങൾ വെച്ച ലൂപ്പാട് പോയാണ്. ഇയാളെ പോലെ ഒരു ലോക്കന്നെയാണല്ലോ എന്നെ നോക്കാൻ ഏൽപ്പിച്ചത്. അതെ, ലോണേ. ലോണോ? കടമോ? പേര് എന്തോ പൈസയായിട്ട് ബന്ധപ്പെട്ട പേരാണെന്ന് എനിക്കറിയാം. ചിട്ടി. ഇത്ര നല്ല റോബോട്ടിനെ കണ്ടുപിടിച്ച ഡോക്ടർക്ക് ഒരു നല്ല പേര് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം തന്നെ. ഇട്ടിരിക്കുന്ന പേരുണ്ടേ, ചിട്ടി. അത് കഴിഞ്ഞ ഓണത്തിന് ചിട്ടി പിടിച്ച് കിട്ടിയ പൈസ കൊണ്ടാ എന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് ചിട്ടി എന്ന് പേരിട്ടത്. ഡോ, എനിക്ക് ചാർജ് തീരാറായെന്ന് തോന്നുന്നു. വേഗം കുറച്ച് ചാർജ് കയറ്റൂ. ഇങ്ങനെ മിന്നസായിട്ട് നിക്കാവാ. 5-6 കോമഡി എങ്ങോട്ട് പറ. ചാർജ് അവിടെ തന്നെ. ബാബു, ഞാൻ എന്റെ കഴിവുകളെ പറ്റി ബാബുവിനോട് പറയാം. ഈ ലോകത്തിലെ എന്തിനെ പറ്റി ചോദിച്ചാലും എനിക്കറിയാം. നൃത്തം, സംഗീതം, സ്പോർട്സ് എന്നിവയിൽ എന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയും ഉണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. ആ അഖിൽ കവിയൂറിന് 2 രൂപ കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അതിന് 5 ലക്ഷം രൂപയൊന്നും വേണ്ട. എവിടെയെങ്കിലും പോയി ഒരു 2000 രൂപ എടുത്ത് പുള്ളിയുടെ ഒരു പ്രോഗ്രാം അങ്ങ് ബുക്ക് ചെയ്താൽ മതി. ഇത്രയും ബുദ്ധി ശക്തിയുള്ള എന്റെ അടുത്ത് ഈ വക ചെറിയ കാര്യങ്ങളൊന്നും പറയരുത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എങ്കിൽ എന്നെ വർണ്ണിച്ചൊരു പാട്ട് പാട്. ആ, പാടാം. ബാബു എവിടാ? ബാബുവേ എവിടാടാ? അല്ല, വസീകർ എന്തിനായിരുന്നു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ ഡോക്ടർ പറഞ്ഞ് റോബോട്ടിന് സമൂഹത്തിലെ വിവിധ ആൾക്കാരെ കുറിച്ച് പഠിപ്പിക്കണമെന്ന്. അതിന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ബാബുവിന് എന്താ ജോലി? മരമുറി. ഓ, പറഞ്ഞ പോലെ മരമുറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് മരം മുറിക്കുന്നത്? ആദ്യം ഞാൻ ചെന്ന് മരത്തിന്റെ മുകളിൽ വലിനിഴഞ്ഞ് കയറിയിട്ട് ഒരു കയറ് കിട്ടും. അതെന്തിനാ വലിനിഴഞ്ഞ് കയറുന്നത്? ദാണ്ടേ ബാബു വരാനെന്ന് പറഞ്ഞ് മരം കുഞ്ഞിന് തളർന്നിട്ട്. എന്നിട്ട് മരത്തിൽ കയറി ചെറിയ ചെറിയ ശിഖരങ്ങൾ മുറിക്കും. യു മീൻ സ്മോൾ ബ്രാഞ്ചസ്? അതൊക്കെ പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വൈകിട്ടാ? എന്ത് സ്മോളും പാറും? അതല്ലടോ, യു മീൻ കൊച്ചു കൊച്ചു ശിഖരങ്ങൾ? അതെ, കൊച്ചു കൊച്ചു ശിഖരങ്ങൾ മുറിച്ചിട്ട് ഞാൻ തിരിച്ചിറങ്ങും. അതെന്തിനാ തിരിച്ചിറങ്ങുന്നത്? പിന്നെ ഞാൻ അവിടെ താമസിക്കാനല്ലേ കേറിയത്. ആ, അതെ, 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമുള്ള ആളാണ് ഞാൻ. കുറച്ച് പന്നി കിട്ടുമോ? എന്തിനാ എന്നെ തുടച്ച് വൃത്തിയാക്കാനാണോ? അല്ല, നിന്റെ വായി കുത്തിക്കേറ്റ് കേട്ടിട്ട് മടുത്തി 100ന്റെ കഥ. ബാബുവിനെ ശക്തിയെ കുറിച്ച് അറിയാനിട്ടാ എന്നെ പട്ടാളത്തിൽ ചേർത്ത് പാകിസ്ഥാനെതിരെ യുദ്ധം ജയിക്കാനായിരുന്നു വസീകറുടെ പ്ലാൻ. 100 ആളുകളുടെ ബുദ്ധിയും 100 ആനകളുടെ ശക്തിയുമാണല്ലോ എനിക്ക്. അപ്പൊ യുദ്ധത്തിന് മുമ്പ് തോക്കും പോകുമ്പൊന്നും വേണ്ടി വരില്ല. അതെന്താ? ഈ കഥ പറഞ്ഞു കൊടുത്താ മതി, പാകിസ്ഥാൻകാർ ഓടിക്കോളും. ബാബുവിന് എന്നെ പുച്ഛം. എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ബാബു പറയുന്ന എന്തും ഞാൻ ചെയ്യും. അങ്ങനെ പറയല്ലോ. റോബോട്ടിനെക്കാളും ബുദ്ധി ശക്തിയും മനുഷ്യനാണ്. ആര് പറഞ്ഞേ? റോബോട്ടിനാണ്. അല്ല, മനുഷ്യനാണ്. റോബോട്ടിനാണ്. എന്നാൽ കാണാം. ഞാൻ പറയുന്ന എന്തും നിനക്ക് ചെയ്യാൻ പറ്റുമോ? ആ, പറ്റും. എന്നാൽ സ്റ്റാൻഡ് അപ്പ്. ഞാൻ എന്നെ നിൽക്കൂല്ലേ? ഓ, കൈവക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. സിറ്റ് ഔട്ട്. വീടിന്റെയോ? ഓ, ഇരിക്കുന്നതിന് എന്താ പറയുന്നേ? സിറ്റ് ഡൗൺ. എന്നാൽ സിറ്റ് ഡൗൺ. ബൺ. കഴിക്കാൻ പോവാണോ? ഓ, ഓടുന്നതിന് എന്താ പറയുന്നേന്ന്? റൺ. റൺ.
ഇപ്പൊ ബാബുവിന് മനസ്സിലായോ റോബോട്ടാണ് മനുഷ്യനേക്കാൾ മിടുക്കനെന്ന്? ഓക്കെ, സമ്മതിച്ചു. നീ തന്നെയാ മിടുക്കൻ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഒരു മനുഷ്യന്റെ വയലിൽ എത്ര പല്ലുകളുണ്ട്? സിമ്പിൾ, 32 പല്ലുകൾ. തോറ്റു തോറ്റു, റോബോട്ട് തോറ്റു. 22 പല്ലുകളേ ഉള്ളൂ. ദേ എണ്ണി നോക്ക്. 10 പല്ലുകളില്ല. ആര് പറഞ്ഞേ ഒരു മനുഷ്യന്റെ വായിൽ 32 പല്ലുകളുണ്ട്? ഞാൻ പിന്നെന്താ കൊരങ്ങന. എന്റെ അമ്മായപ്പാ നന്ദി. നിങ്ങൾ കാരണം ഞാൻ ഈ റോബോട്ടിനെ തോപ്പിച്ചത്. അതിനെന്തിനാ അമ്മായപ്പന് നന്ദി പറയുന്നത്? അങ്ങേരല്ല എന്റെ ഈ പല്ലടിച്ച് വീഴ്ത്തിയത്. ദേ, നിങ്ങൾ വിജയിച്ചു എന്ന് കരുതണ്ട, നിങ്ങളുടെ ചോദ്യം തെറ്റായിരുന്നു. ആണോ? അങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ നിനക്ക് കാണിക്കാൻ പറ്റുമോ? ആ പറ്റും. ആ ആ ഇങ്ങനെ ഇങ്ങനെ. റോബോട്ട് അതിന്റെ സ്വിച്ച് പിച്ച് ഓഫ് ചെയ്തു. ഇതാ പറയുന്നത്. മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. അയ്യോ, പുറത്തേക്കുള്ള ഡോറെല്ലാം അടച്ചിട്ടേക്കുവാണല്ലോ. ഇനി ഞാനെങ്ങനെ പുറത്തേക്ക് പോവും? ഇവിടെ ചോദിക്കാനാണോ എങ്കിൽ ആരുമില്ല. ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇതിനെ തന്നെ ഓൺ ചെയ്യാം. ചിട്ടി പവർ ഓൺ, എക്സ്റേ വിഷൻ ഓൺ. എന്തു പറ്റി ബാബു? പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണായിരിക്കും അല്ലേ? ഇപ്പൊ മനസ്സിലായോ? മനുഷ്യൻ ജയിക്കുന്നില്ല, ശാസ്ത്രമേ ജയിക്കുന്നുള്ളൂ. എന്റെ ലോണേ. ലോണല്ലടോ, ചിട്ടി. ഇങ്ങനെ ഈ കൊട്ടേഷൻ കൊടുക്കുള്ള 2000 രൂപയ്ക്ക് എന്റെ പരിപാടി വെച്ചിട്ട് നാട്ടിനെ കൊണ്ട് അടുപ്പിക്കും. ഇല്ല കൊടുക്കോ കൊടുക്കോ 2000 രൂപയ്ക്ക് ഇപ്പൊ ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നു മക്കളെ? നിനക്ക് കൊടുക്കണോ? ഇപ്പൊ ഒരു ഇടി കൊടുക്കാൻ തോന്നുന്നുണ്ടോ? നല്ല വയറുണ്ട്. ഒരു സൈഡില് ഉണ്ടാ? അയ്യോ, ഓടി പിടി കൊടുത്തിട്ടോ. ഒരു ആഗ്രഹമല്ലേ? വാ ഓട്, നല്ല ഓടി ഓടി ഓടി. മടി ഇരുന്നിരിക്കടാ. പിടിച്ചോ. സൗകര്യത്തിൽ അടിക്കണം. ഒന്നടിക്കാൻ പോകുമ്പോ 3. ഓക്കെ. ആ ഓടി സൂപ്പർ ആയിരുന്നേ, അടിപൊളിയായിരുന്നേ. ബെൽറ്റ് പോകുമ്പോ വെച്ചിരിക്കണം അവിടെ ബാക്കില്. നിശ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇവരുടെ പെർഫോമൻസ്? പൊതുവെ നിശ ചേച്ചിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അറിയാം. സോ യാ, അല്ല, നിഷ ചേച്ചി വർഷങ്ങളായിട്ട് പിള്ളേരുമായിട്ട് സഹവാസം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ കൊച്ചിനെ പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മളൊക്കെ എന്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു, 12 മിനിറ്റ് സ്കിറ്റ് ടച്ചിൽ നിന്ന് കളിക്കുന്നു. ആലോചിക്കണം. കാരണം ഇവനാണ് ഒരു ഉമ്മ വരട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറമേ ആരാരോ തന്നെ നാനേ ആരാരോ. എടുത്തു നോക്കിയാണ് ചേച്ചി. വെയിറ്റ് ഇല്ല. ഭയങ്കര ഹാൻഡിയാ, ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് ട്രോഫി ഇട്ട് കളിക്കിരിക്കുന്നു. ആക്ച്വലി ഇത് സിസ്റ്റർ ആണ്. ഓക്കെ, ഇവളാണ്. ഇവര് രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു ഫ്ലോർ ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വേദി. ഇതെങ്ങനെ ഇങ്ങനെ കാണാതെ പഠി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളുടെ ഇവിടുത്തെ ചിട്ടിയാണ്. അതെ അതെ, ഇതിലിപ്പോ ആരാണ് റോബോട്ട്? എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മളിപ്പോ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയായിരുന്നു. അപ്പൊ പിള്ളേരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. പുതിയൊരു സിനിമ ഇവരുടെ റിലീസ് ആവുകയാണ്. കാലം പറഞ്ഞ കഥ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ നിങ്ങൾക്ക് പോയി തീർച്ചയായിട്ടും കാണാൻ പറ്റും. ആ പുതിയ സിനിമയൊക്കെ കാണണ്ടേ? ആ ചേട്ടനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അല്ല മോനെ, അജാസിനെ കണ്ടോ? പുലിമുരുകയിലൊക്കെ അഭിനയിച്ച ചേട്ടനാണ്. ചേട്ടാ ഒന്ന് മസിൽ വിട്ട് ഹായ് കാണിച്ചേ. മോനെ പുലിമുരുകൻ കണ്ടാ? പുലിമുരുകൻ അറിയോ? അതിലെ കൊച്ചുണ്ടായിരുന്നോ അപ്പൊ? അല്ല, ഇപ്പൊ കണ്ടാണല്ലോ പടം. അറിയോ പുലിമുരുകൻ? അറിയോ ആരാ പുലിമുരുകനിൽ അഭിനയിച്ചിരിക്കുന്നേ? ആരോടോ അവൻ മൈൻഡ് വോയിസ് എന്നോടാണോ പറഞ്ഞത്? അപ്പൊ ഇവരുടെ സിനിമ പുലിമുരുകന്റെ ഇത് അറിയോ? സ്റ്റെപ്പ് അറിയോ? കാണിക്കാവോ? അതെനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒറിജിനൽ പുലിമുരുകനും നമ്മളുടെ
നമ്മൾ ഈ ചില മീംസിലൊക്കെ കാണുന്ന പോലെ ലിറ്റ് എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന കുഞ്ഞു വേർഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ബട്ട് ഇറ്റ് വാസ് സോ ക്യൂട്ട്. ആറ് കൂടിയാ ഇപ്പൊ അഭിനയിച്ചിരിക്കുന്നേ? എന്നാ നമുക്കിനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കിയാലോ? വാ നോക്കാം. കൺഗ്രാറ്റുലേഷൻ, 15,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. നിശി ചേച്ചി, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് നമുക്ക് ഒരു മുറി എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരിക്കും. നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ പാരന്റ്സിനോട് നിൽക്കും, പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് ഒരു മുറി എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മിടുക്കര് ഇവിടുന്ന് കിട്ടിയ പൈസ കൊണ്ട് അവരുടെ വീട്ടിൽ അവർക്കായി ഒരു മുറി അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് അവൻ തന്നെ റൂം ഉണ്ടാക്കി. ഇവര് രണ്ടുപേരും കൂടെ അധ്വാനിച്ച് എന്നാലും രണ്ടുപേരും കൂടെ ആണല്ലോ. അതെ, അവരൊരു മുറി പിടിച്ചു. അവിടെ ആണിപ്പം അത് അവരുടെ വീടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ആ മുറി എന്ന് പറയുന്നത് അല്ലേ? ആ റൂമിൽ ആന്റി കയറ്റോ? ആന്റി വന്ന ആന്റി ആ റൂമിലൊക്കെ കയറ്റോ? വിളിക്കൂ എന്നെ? വിളിക്കണം കേട്ടോ, ഞാൻ വരും ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ മൂവിനെ പറ്റി കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്നത് ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാണുന്ന എല്ലാ പിള്ളേരോടും നോ ടു ഡ്രഗ് എന്നുള്ളൊരു സംഭവം തന്നെ ഒരു മെസ്സേജ് നമ്മൾ പാസ് ഓൺ ചെയ്യുകയാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുമെന്ന് നമ്മുടെ ഡയറക്ടറും നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. നമ്മുടെ കുട്ടികളും അതിലൊരു മാതൃകയാണ്. ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്, അവർ സ്വന്തമായിട്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് വഴിതെറ്റി പോവല്ല എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞ വലിയൊരു കുട്ടിയായി പോയടോ. ഇത്ര നല്ല കുട്ടി ഇടയ്ക്ക് അങ്ങനെയാണ്. പക്ഷെ അത് ഒരു നിന്റെ പ്രായത്തിൽ 5 വയസ്സേ കുറഞ്ഞത്, 65 കളഞ്ഞു. ശരി ചേച്ചി, ആ 15,000 rupees ഇവർക്ക് അങ്ങ് ഇട്ടുകൊടുത്തേ. പിന്നെ ഉറപ്പായിട്ടും നല്ലൊരു കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും മുറിയില് നല്ല നല്ല സാധനങ്ങൾ, AC എല്ലാം ഇടണേ മോനെ കേട്ടോ. AC ഇടണില്ലേ? AC വാങ്ങിയോ? വാങ്ങിയിട്ടില്ല. അപ്പൊ പൈസ ഇട്ട് കൊടുക്കുകയും ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മൾ വീണ്ടും കാണും.